അടുത്ത ടെക്നിക്കൽ സെക്ഷനിലേക്കുള്ള വ്യക്തിത്വങ്ങളെ സ്റ്റേജ് ഡയസിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ BS ചന്ദ്രമോഹൻ സർ, ഡോക്ടർ MR തമ്പാൻ സർ, ശ്രീ ചെറിയാൻ ഫിലിപ്പ് സർ, അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA, ശ്രീ മോയ്സൺ സർ, ഡോക്ടർ സായി ശ്രീ KG, ഡോക്ടർ P കൃഷ്ണകുമാർ, ഡോക്ടർ KG ബാബുരാജ്, ശ്രീ മോഹൻ D ബാബു സർ, ഡോക്ടർ P സീമ, മറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഇത് കഴിയുമ്പോൾ പേപ്പർ പ്രസൻറ്റേഷൻ സംസാരിക്കുവാൻ സാറ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു സമയം കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും പേരുടെ സംസാരം കഴിഞ്ഞ് ആർക്കെങ്കിലും അവരുടെ ആശയങ്ങൾ ആർക്കെങ്കിലും എന്നല്ല, തീർച്ചയായിട്ടും നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഈ വേദി ഉപയോഗിക്കണം. ശ്രീ ഹേമന്ത് M. സ്വാഗതം ആശംസിക്കുവാനായി BSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ BS ചന്ദ്രമോഹൻ സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, ഇന്ന് ഈ സെക്ഷനിലേക്ക് വരുമ്പോൾ ഞാനൊരു പത്രവാർത്തകളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അവലോകനം ലോകമെമ്പാടുമായി നടന്നിട്ടുണ്ട്. ChatGPTയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ChatGPT ഉപഭോക്താക്കൾ ഉള്ളത് എവിടെയാണ് എന്നതാണ് ചോദ്യം. സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കാൻ കഴിയുന്ന ഉത്തരങ്ങൾ ടെക്നോളജിയിൽ മുൻപന്തിയിലുള്ള ജപ്പാനോ US-ഓ ഇസ്രയേലോ UAE ഒക്കെ ആവാം. പക്ഷെ ഉത്തരം ആഫ്രിക്കൻ രാജ്യമായ കെനിയയാണ്. അവിടെയുള്ള ഇൻ്റർനെറ്റ് യൂസേഴ്സിൽ ഏകദേശം 45% ആളുകളും ChatGPT ഉപയോഗിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. അപ്പം നമ്മൾ ആ ലിസ്റ്റിൽ വളരെ താഴെയാണ്. ഇന്ത്യ, കേരളവും അതുപോലെ വളരെ താഴെയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റുമായി അങ്ങനെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഈ സെക്ഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. നമ്മളിതൊരു ടെക്നിക്കൽ സെക്ഷൻ്റെ ഭാഗമാണ്. നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പഠിപ്പിക്കുന്ന അധ്യാപകർ, അവർ എത്രത്തോളം AI ടൂളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ സർവപ്രധാനമായ ഒരു കാര്യമാണ്. AI ഉപയോഗിക്കാത്ത ഒരാൾക്കും ഇനി മുന്നോട്ട് പോകുമ്പോൾ ജോലി ചെയ്യാനുള്ള ഒരു അവസരവും കിട്ടാൻ സാധ്യതയില്ല എന്ന ശൈലിയിലേക്കാണ് ലോകം മാറുന്നത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ഞങ്ങൾ ChatGPT വളരെ കാര്യമായി ഉപയോഗിക്കുന്ന ആളുകളാണ്. ChatGPT ആയാലും മറ്റ് AI ടൂളുകളാണെങ്കിലും ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത ആളുകൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഭാഗമായി വന്നാൽ ഞങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ വ്യത്യസ്തമായ തൊഴിലുകളുമായി ബന്ധപ്പെട്ട് പരിശീലനം നടത്തിക്കുന്ന സ്ഥാപനങ്ങളും പരിശീലിക്കുന്ന വിദ്യാർത്ഥികൾക്കും ബാധകമാണ് AI ടൂളുകളിലുള്ള അറിവെന്ന് പറയുന്നത്. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, ടു സോൾവ് എ പ്രോബ്ലം എന്ന ശൈലിയിലാണ് നമ്മൾ സ്ഥാപനങ്ങളൊക്കെ റൺ ചെയ്യുന്നത്. സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കപ്പാസിറ്റിയുള്ള, കേപ്പബിലിറ്റിയുള്ള ആളുകളെ സൃഷ്ടിക്കാനുള്ള പരിശീലന പരിപാടികളാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. അവർ പുറത്തിറങ്ങുന്നു, സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ഇതാണ് നടന്നു വരുന്നത്. നേരത്തെ ഇവിടെ ഡാളി സാർ സൂചിപ്പിച്ച ക്രിയേറ്റീവ് മേഖല ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ അനവധി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് നമ്മളുടെ ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ വഴിയാണ്, അല്ലെങ്കിൽ പഠിതാക്കൾ വഴിയാണ്. ആ ആളുകൾക്ക് ഇനി അവർ ചെല്ലുന്ന സ്ഥലത്ത് AI ടൂളുകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത കുറയുമെന്നതാണ് ഇനി നമ്മൾ അറിയേണ്ട കാര്യം. കാരണം AI ടൂളുകൾ നിങ്ങളുടെ ജോലിയെ വളരെ വളരെ ചെറുതായി കുറയ്ക്കും. ഇപ്പോൾ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്ന ഒരു ചെറിയ ടൂളുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു ഡോക്ടർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം, ഒരു വിഷയവുമായി ബന്ധിപ്പിച്ച് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ആ ഡേറ്റ കളക്ട് ചെയ്തപ്പോൾ 186 പേജുകളിലുള്ള ഒരു ഡോക്യുമെൻ്റാണ് കിട്ടിയത്. ആ ഡോക്യുമെൻ്റ് കോപ്പി ചെയ്തിട്ട് ഞാൻ ഈ ടൂളിൽ ഇട്ടിട്ട് അതിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അതിങ്ങനെ അടുക്കി ചിട്ടിയായിട്ട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ വിത്തിൻ 1 മിനിറ്റ് അത് അറേഞ്ച് ചെയ്ത് തന്നു.
ആദ്യത്തെ ഡേറ്റ് മുതൽ അവസാനത്തെ ഡേറ്റ് വരെ ക്രമമായിട്ട് ആ ഡേറ്റ് എങ്ങനെ വരികയാണ്. ആ ഡേറ്റ ഞാൻ എൻ്റെ ഓഫീസിലൊരു കുട്ടിയോട് നേരത്തെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതൊരു 6-7 മണിക്കൂറായിട്ടും ഏകദേശം ഒരു 30 ചാപ്റ്ററേ ആയിട്ടുള്ളൂ. വേറെ ഒരുപാട് ചാപ്റ്ററാണ്, 186 പേജ്, ചെറിയൊരു ചാപ്റ്ററുകളാണ്. 186 പേജുകളായി കിടക്കുന്ന ആ സാധനത്തെ എനിക്ക് 1 മിനിറ്റിൽ താഴെ കൊണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ അവിടെ സമയം വളരെ കുറച്ചെടുത്ത് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റുകയാണ്. അപ്പം ഞങ്ങളുടെ സംഭവവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഡാലി സാർ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഓഫീസിൽ ഒരുപാട് എഡിറ്റേഴ്സും അതുപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പരസ്യം വിവിധ മേഖലയിൽ കൊടുക്കുമ്പോൾ ലഭിക്കുന്ന ആപ്ലിക്കേഷൻസിലൂടെ ഞാനിങ്ങനെ കടന്നു പോകാറുണ്ട്. അങ്ങനെ കടന്നു പോയപ്പോൾ അതിൽ ഒരു ആപ്ലിക്കൻ്റ് പോലും ഭാരത് സേവക് സമാജിൻ്റെ ട്രെയിനിങ് സെൻറ്ററുകളിൽ നിന്ന് അല്ല എന്നത് സത്യത്തിൽ എന്നെ ഞെട്ടിച്ച ഒരു കാര്യമാണ്. നമ്മൾ അനവധി തൊഴിൽ മേഖലകളിൽ പരിശീലനം കൊടുക്കുന്ന സ്ഥാപനമായിരിക്കെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ, ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇല്ല എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ആപ്ലിക്കൻ്റ് പോലും നമ്മളുമായി കണക്റ്റഡ് അല്ല. നേരത്തെ ഇവിടെ ദാളി സാർ സൂചിപ്പിച്ചു, വളർന്നു വരുന്ന എക്കോണമി എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ്, ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയാണ്. ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ സാർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഒരുപാട് കോടിക്കണക്കിന് രൂപ യൂട്യൂബ് വിതരണം ചെയ്തു എന്നും. അങ്ങനെ ആ വിതരണം ചെയ്ത കോടികളിൽ ഒന്ന് എൻ്റെ അടുത്തും എത്തിയതാണ്. ഞാൻ പറഞ്ഞത് വളരെ വലിയൊരു ഇൻഡസ്ട്രിയും വളരെ വലിയൊരു മേഖലയുമാണ് നമ്മൾ വിട്ടുപോയിരിക്കുന്നത്. അത് വിട്ടുപോയാൽ നിങ്ങൾ ശരിക്കും ഈ തൊഴിൽ മേഖല പരിശീലന പരിപാടികളിൽ നിന്ന് പുറന്തള്ളപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞേ ഉള്ളൂ. ഈ ഭക്ഷണം കഴിക്കാൻ തയ്യാറായിരിക്കുന്ന നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഫംഗ്ഷന് അധ്യക്ഷം വഹിക്കുന്നത് ഡോക്ടർ എം.ആർ. തമ്പാൻ സാറാണ്. സാറ് എൻ്റെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ്. സാറിൻ്റെ പ്രത്യേകത സാറ് വായിക്കുമെന്നുള്ളതാണ്. സാറ് വായിച്ചിടത്തോളം പുസ്തകങ്ങൾ വായിച്ചൊരു മനുഷ്യൻ ഭൂമിയിൽ വേറെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇല്ല എന്ന് പറയേണ്ടി വരും. സാർ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വായിക്കുന്നത് മാത്രമല്ല, ഇത്രയേറെ പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്ത വേറൊരു മനുഷ്യൻ ഈ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്ന് പറയേണ്ടി വരും. ആ തമ്പാൻ സാറിനെ, നമ്മുടെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ്റെ ചുമതലക്കാരൻ കൂടിയായ തമ്പാൻ സാറിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ടെക്നിക്കൽ സെക്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ചെറിയാൻ ഫിലിപ്പ് സാറാണ്. ഭാരത് സമാജിൻ്റെ ബന്ധുവാണ്. നമ്മുടെ വിവിധ പരിപാടികൾക്ക് അദ്ദേഹം ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ സഹായിച്ചിട്ടുള്ള വ്യക്തിയുമാണ്. അദ്ദേഹം KTDCയുടെ ചുമതലയിലിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്ങിന് നമ്മുടെ പേര് കണ്ട ഉടൻ ഓർഡർ ഇട്ട വ്യക്തി കൂടിയാണ്. അദ്ദേഹം എല്ലായ്പ്പോഴും ചെറുപ്പക്കാരനായിരിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ ഈ ടെക്നിക്കൽ സെക്ഷൻ ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിരിക്കുന്ന ശ്രീ ചെറിയാൻ ഫിലിപ്പ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ശ്രീ സാക് മൊയ്സൺ. സാക് മൊയ്സൺ നമ്മുടെ റീജിയണൽ ഡയറക്ടറാണ്. സാക് മൊയ്സണുമായിട്ട് 2007 ഞാനൊരു സംഭാഷണം നടത്താൻ ഇടവന്നിട്ടുണ്ട്. അന്ന് ഇന്ത്യയിലെ മുഴുവൻ ട്രെയിനിങ് സെൻറ്ററുകളെയും ചെന്നൈയിലേക്ക് വിളിച്ചിരുന്നു. അവിടെ ഒരു പരിശീലന പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാനും സാക് മൊയ്സണും കൂടി ഇങ്ങനെ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയാണ്. അപ്പോൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ അന്നത്തെ ആ പ്രോഗ്രാമിൽ എനിക്കൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അത് മൈക്രോ ഇൻഷുറൻസ് മേഖലയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിനുള്ള ഒരു സെക്ഷനാണ്. നമ്മളെപ്പോഴും ടച്ച് ചെയ്യുന്നത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമൂഹത്തെ ആ പ്രശ്നത്തിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ആളുകളെ സൃഷ്ടിക്കുന്ന പ്രക്രിയയിലാണ്. അപ്പോൾ അന്ന് ഇന്ത്യയിൽ ഇൻഷുറൻസ് സൗകര്യം കിട്ടാത്ത ഒരുപാട് കോടിക്കണക്കിന് ആളുകളുണ്ട്. അവരിലേക്ക് ഇൻഷുറൻസ് എത്തിക്കാനായിട്ടാണ് നമ്മൾ മൈക്രോ ഇൻഷുറൻസ് പ്രോഗ്രാം ചെയ്യുന്നത്. ആ മൈക്രോ ഇൻഷുറൻസിൽ ആളുകളെ പരിശീലിപ്പിച്ച് അവരെ കൊണ്ട് ഈ ആളുകളിലേക്ക് മൈക്രോ ഇൻഷുറൻസ് എത്തിക്കുന്ന ഒരു പരിപാടി. ഞാൻ ആ പരിപാടിയുടെ എല്ലാ പ്രോഗ്രാംസൊക്കെ അവതരിപ്പിച്ചതിന് ശേഷമാണ് സാക് മൊയ്സണുമായിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ മൊയ്സൺ എന്നോട് പറഞ്ഞു, അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്
ആളുകളെ പരിശീലിപ്പിച്ച് രംഗത്തിറക്കുക എന്നുള്ള പരിപാടിയാണ്. പക്ഷേ ഈ മൈക്രോ ഇൻഷുറൻസിൽ നമ്മൾ ചെയ്യുന്നത് ആളുകളെ പരിശീലിപ്പിച്ചതിന് ശേഷം അവരെ ഉപയോഗിച്ച് പ്രീമിയം കളക്ട് ചെയ്ത് LICക്ക് അടയ്ക്കുന്ന പ്രക്രിയയാണ്. ഒരിക്കലും നമ്മൾ അത്തരം ഒരു പരിപാടിയിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം ആളുകളെ പരിശീലിപ്പിച്ച് പ്രശ്നപരിഹാരത്തിന് കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ്. മൈക്രോ ഇൻഷുറൻസ് ഒരു വലിയ കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിലേക്ക് തയ്യാറാകുന്ന ആളുകളെ പരിശീലിപ്പിക്കുന്ന ജോലി മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. കളക്ട് ചെയ്ത് പ്രീമിയം കളക്ട് ചെയ്ത് LICക്ക് അടയ്ക്കുന്ന ആ ബിസിനസ് അത് നമുക്ക് പറ്റിയതല്ല എന്നാണ് അന്ന് സാക് മൊയ്സൺ എന്നോട് പറഞ്ഞത്. 18 വർഷങ്ങൾക്ക് ശേഷം സാക് മൊയ്സൺ പറഞ്ഞത് 100% ശരിയാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം നമ്മുടെ ജോബ് അതല്ല. നമ്മുടെ ജോബ് സമൂഹത്തിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വാർത്തെടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ റൂട്ട് മാറിപ്പോകും. അതുകൊണ്ടാണ് സാക് മൊയ്സൺ ആ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോട് നടത്തിയത്. അത് ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. ആ സാക് മൊയ്സനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഡോക്ടർ സായിശ്രീ. സായിശ്രീയാണ് ഇന്ന് ഈ ടെക്നിക്കൽ സെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നമ്മൾ ഒരു കാര്യം എപ്പോഴും കാണാറുണ്ട്. അതായത് നേരത്തെയുള്ള കാഴ്ചപ്പാടിൽ നിന്ന് ഒരുപാട് നമ്മൾ മാറിയിട്ടുണ്ട്. നേരത്തെ ഏതെങ്കിലും ഒരു തൊഴിൽ നമ്മൾ പഠിക്കുന്നു, ജീവിതകാലം മുഴുവൻ ആ തൊഴിൽ ചെയ്യുന്നു, ആ തൊഴിലുമായി ബന്ധിപ്പിച്ച് നമ്മൾ റിട്ടയർമെൻറ്റിലേക്ക് എത്തുകയും ചെയ്യും. ഇപ്പോൾ കഥ അതൊന്നുമല്ല. നമ്മൾ ഇന്ന് പഠിക്കുന്ന തൊഴിൽ ചിലപ്പോൾ 6 മാസം കഴിയുമ്പോൾ നമുക്ക് ഉപയോഗപ്പെടാതെ വരുമ്പോൾ നമ്മൾ പുതിയൊരു തൊഴിൽ പഠിക്കാൻ ബാധ്യസ്ഥരാകും. എന്തായാലും ഉറപ്പിച്ചൊരു കാര്യം പറയാം, ഇപ്പോൾ ഇരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരും ജീവിതത്തിൽ മിനിമം 5 തൊഴിലെങ്കിലും പഠിക്കുകയും ചെയ്യേണ്ടി വരുമെന്നാണ്. നിങ്ങൾ ബ്രസീലുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തിയാൽ അവിടെ കാർ ഓടിക്കുന്ന കുറേ ആളുകളെ കാണാം, ഡ്രൈവേഴ്സാണ്. ആ ഡ്രൈവർമാരുടെ ക്വാളിഫിക്കേഷൻ എടുക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. എല്ലാവരും MBBS പാസ്സായ ഡോക്ടർമാരാണ്. അവർ എവിടെ നിന്ന് MBBS പാസ്സായി? അത് അങ്ങ് ക്യൂബയിൽ നിന്നാണ്. ക്യൂബയിലെ ഫാക്ടറിയിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുന്ന MBBS ഡോക്ടേഴ്സ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം അതുമായി ബ്രസീലിലെത്തി അവിടെ വാഹനങ്ങൾ ഓടിക്കുന്ന കാഴ്ച. അതൊരു വലിയ തെറ്റൊന്നുമല്ല. ഇന്ന് ഡോക്ടറായിരിക്കുന്ന ആൾ നാളെ ഒരു പെയിൻറ്ററാകാം, വിവിധ ജോലികൾ ചെയ്യാം. പക്ഷേ ഇവിടെ ആ കാഴ്ചപ്പാട് നമ്മുടെ കേരളത്തിൽ ഉറച്ചു വരാൻ അല്പം സമയം എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ അത് അനിവാര്യമാണ്. നിങ്ങൾ ആരും തന്നെ ഇന്ന് ചെയ്യുന്ന ജോലിയിൽ നാളെ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയാം. അതുകൊണ്ട് തന്നെ മൾട്ടി സ്കില്ല് അനിവാര്യമാണ്. ആ മൾട്ടി സ്കില്ലിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ഡോക്ടർ സായിശ്രീ വളരെ വ്യക്തമായി ഈ ടെക്നിക് സെക്ഷനിൽ നിങ്ങളോട് സംസാരിക്കും. ആ സായിശ്രീയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഡോക്ടർ പി കൃഷ്ണകുമാർ സാറാണ്. അദ്ദേഹം MG കോളേജിൽ എക്കണോമിക്സ് പ്രൊഫസറായിരുന്നു. എക്കണോമിക്സിനെ കുറിച്ച് നമുക്ക് വളരെ വരട്ട് കഥകളൊക്കെ കേൾക്കാൻ കഴിയും. പക്ഷേ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ആ സാമ്പത്തിക അഴിച്ചുപടിയെക്കുറിച്ച് അതിമനോഹരമായി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ കൃഷ്ണകുമാർ സാർ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. ഇത്ര മനോഹരമായി സാമ്പത്തിക ശാസ്ത്രത്തെ അവതരിപ്പിക്കാൻ ഒരു മനുഷ്യന് കഴിയുമെന്നുള്ള കാര്യം അതീവ മനോഹരമായി സാറിന് അത് പ്രസന്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ചെറിയ കാര്യമല്ല. ആ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ KG ബാബുരാജ്. അദ്ദേഹം ഗാന്ധി ഭാരതിൻ്റെ നാഷണൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീ മോഹൻ ഡി ബാബു. അദ്ദേഹം കോട്ടയത്ത് ജനശേഷം സംസ്ഥാനത്തെ ചെയർമാനായിരുന്നു, കോട്ടയം BSSന്റെ ചെയർമാനായിരുന്നു. എപ്പോഴും നമ്മളുമായി ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ പി സീമ. ഡോക്ടർ പി സീമ ഈ ടെക്നിക്കൽ സെക്ഷനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൾട്ടി സ്കില്ലും വ്യത്യസ്തമായ സ്കില്ലുകളുടെ ആവശ്യകതയെക്കുറിച്ച് സായിശ്രീയുമായി ചേർന്ന് ആ പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. സീമയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് കോട്ടയം JSSന്റെ ചെയർമാൻ സലീം സാറ് ഉണ്ട്. സാർ എത്തിയിട്ടില്ല.
എവിടെ പുറത്തുപോയോ? സലീം സാറിനെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭക്ഷണം കഴിച്ചിട്ട് വരും. നമ്മുടെ ഈ വേദിയിൽ നമ്മുടെ ആരാധനായ ചെയർമാൻ ഡോക്ടർ ബി എസ് ബാലചന്ദ്രൻ സാറുണ്ട്. അദ്ദേഹത്തെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ജനറൽ സെക്രട്ടറി ജയ ശ്രീകുമാറുണ്ട്. ജയ ശ്രീകുമാറിനെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളെയും ഈ ടെക്നിക്കൽ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. I invite Dr. M.R. Tamban, Chairman, Board of Examination, BSS, to deliver the presidential address. വേദിയിലെ സദസ്സിലെ എത്രയും ബഹുമാന്യരെ, വിശന്നിരിക്കുന്നവരുടെ മുന്നിൽ ദൈവത്തിന് പോലും അപ്പത്തിൻ്റെ രൂപത്തിലേ പ്രത്യക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. എനിക്ക് ശേഷം 8 പേര് പ്രസംഗിക്കാനുണ്ട്. ഒരാവർത്തന വിരസത ഉണ്ടാകാതിരിക്കാൻ സ്കിൽ എഡ്യൂക്കേഷനും സമൂഹവും ആയി ബന്ധപ്പെടുത്തി ഏതാനും കാര്യങ്ങൾ കഴിയുന്നതും ചുരുക്കത്തിൽ പറയാൻ ശ്രമിക്കാം. വളരെ കാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്കിൽ എഡ്യൂക്കേഷൻ്റെ മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. ഈ വിഷയം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും സ്പർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും എല്ലാ വികസനത്തിൻ്റെ അടിസ്ഥാനമായ വിദ്യാഭ്യാസത്തെ. നമ്മുടെ വേദോപനിഷത്തിൻ്റെ സത്ത ഒറ്റ വാക്യത്തിൽ മഹാമുനിമാർ പറഞ്ഞിട്ടുള്ളത് പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ്. അറിവാണ് ദൈവം. ഏത് വികസനം വേണമെന്നുണ്ടെങ്കിലും അതിന് വിദ്യാഭ്യാസം അനിവാര്യമാണ്. ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ സ്കിൽ എഡ്യൂക്കേഷൻ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇന്നലകളിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അന്ധതയിൽ നിന്നും അജ്ഞതയിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ടായിരുന്നു. ആത്മീയതയുടെയും ഭൗതികതയുടെയും രാജപാതയായിട്ടായിരുന്നു വിദ്യാഭ്യാസത്തെ കണ്ടത്. ഇന്നത് മാറിയിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഉപജീവനത്തിനൊരു മാർഗം, ഒരു തൊഴിൽ കൂടി നേടുക, അത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമാണ്. അതിന് പരമപ്രാധാന്യം ഇന്ന് നൽകിയിരിക്കുന്നു. BAയും MAയും ഡിഗ്രി ഉണ്ടായാലും ഏതെങ്കിലും ഒരു തൊഴിലിൽ നൈപുണ്യം കൂടി ഉണ്ടെങ്കിലേ ഇന്നത്തെ കാലത്തൊരു ജോലി കിട്ടുകയുള്ളൂ. അപ്പം അതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് സാരമായ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. നേരത്തെ ശ്രീ മുരളീധരൻ പറഞ്ഞതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 തന്നെ സ്കൂൾ തലത്തിൽ മുതൽ ഏതെങ്കിലും തൊഴിലിനുള്ള ഒരു നൈപുണ്യം കൂടി വേണമെന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആശയങ്ങളൊക്കെ നല്ലതാണ്. പ്രാവർത്തികമാക്കുന്നത് എങ്ങനെ എന്നുള്ളത് അറിയില്ല. അത് വിജയിക്കാൻ കഴിയുമെന്നുള്ളത് കാലം തെളിയിക്കേണ്ടിയിരിക്കുകയാണ്. സ്കിൽ എഡ്യൂക്കേഷനുമായി ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനാണ്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു വിപ്ലവമായി മാറിയിരിക്കുന്നു. മനുഷ്യനും തമ്മിലുള്ള, രാഷ്ട്രവും തമ്മിലുള്ള എല്ലാ മതിലുകളും ഇടിച്ച് നിരത്തിക്കൊണ്ട് മക്ലുഹാൻ പറഞ്ഞതുപോലെ ഈ ഭൂഗോളത്തെ ഒരു ചെറു ഗ്രാമമായി കമ്പ്യൂട്ടർ മാറ്റിയിരിക്കുന്നു. ആ വിപ്ലവം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഷയിലും സ്വാധീനിച്ചിട്ടുണ്ട്. മെഷീൻ ട്രാൻസ്ലേഷൻ ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ അതിൽ വന്നിരിക്കുന്നു. അതുപോലെ കോമേഴ്സിന്, വാണിജ്യത്തെ ബാധിച്ചിരിക്കുന്നു. കൊമേഴ്സായി. മെഡിസിന് ബാധിച്ചിരിക്കുന്നു. മെഡിസിൻ. വിദ്യാഭ്യാസത്തെ ബാധിച്ചിരിക്കുന്നു. എഡ്യൂക്കേഷനായി. അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും കമ്പ്യൂട്ടർ വിപ്ലവം നമ്മൾ സ്വാധീനിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് സ്കില്ല് എഡ്യൂക്കേഷനായിട്ട് ഇന്ന് മാറിയിരിക്കുന്നത്. ഇത് സമൂഹത്തെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച്. സമൂഹത്തെ ബാധിക്കുമ്പോൾ ഈ സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ വികാസമാണ്. ശാസ്ത്രത്തിൻ്റെ വികാസത്തെക്കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മളൊന്ന് ഓടിച്ച് ഒരു തിരനോട്ടം നടത്തേണ്ടിയിരിക്കുന്നു. നാടോടിയായിട്ട് പുഴകളിലെ വെള്ളവും കായലുകളും കഴിച്ചു കഴിഞ്ഞ മനുഷ്യൻ്റെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ചത് ശാസ്ത്ര രംഗത്ത് കണ്ടുപിടുത്തമാണ് തീയാണ്. അരണി കടഞ്ഞുകൊണ്ട്, കല്ലുകൾ ഉരച്ചുകൊണ്ട് തീ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് അവൻ്റെ അടുത്ത കണ്ടുപിടുത്തം കൃഷിയാണ് നാടോടിയായി നടന്ന മനുഷ്യനൊരു സ്ഥിരവാസിയാക്കി
മാറ്റിയിരിക്കുന്നത്. പക്ഷേ ആ കൃഷി അത് നമ്മുടെ സമൂഹത്തെ ബാധിച്ചു. ആ ശാസ്ത്രീയമായ കൃഷി കണ്ടുപിടിച്ച ശാസ്ത്ര കണ്ടുപിടുത്തം അത് നമ്മുടെ സമൂഹത്തെയും ബാധിച്ചിരുന്നു. കാരണം സമൂഹത്തിൽ ആ കാലഘട്ടത്തിൽ, ആരംഭ കാലഘട്ടത്തിൽ ജാതിയുടെ മതത്തിൻ്റെ അതിർവരമ്പുകളില്ലായിരുന്നു, മതിൽക്കെട്ടുകളില്ലായിരുന്നു. അന്നത്തെ അബോർജിൻസിന് വായുവും അതുപോലെ തന്നെ ജലവും പോലെ തന്നെ വസ്തുവും അവന് സ്വന്തം, എല്ലാ വസ്തുവും എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള അനാചാരങ്ങളൊന്നുമില്ലാത്ത ഏതാണ്ട് വൈദിക കാലഘട്ടത്തിൻ്റെ തുടക്കം വരെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു ക്ഷാമമുണ്ടായി. അന്ന് ഗ്രാമസഭ കൂടി തീരുമാനിച്ചു എല്ലാവരും ഓരോ ഗ്രഹനാഥനും എല്ലാ പണിയും ചെയ്യേണ്ട ഒരു ഡിവിഷൻ ഓഫ് ലേബർ വരാം. കുട്ടികളെ പഠിപ്പിക്കാനൊരു വിഭാഗം, കൃഷി ചെയ്യാനൊരു വിഭാഗം, അതുപോലെ ആ കൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരു വിഭാഗം, കാർഷികോൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കൊരു വിഭാഗം. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമുണ്ട്. എന്നും ഈ അറിവുള്ളവനാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, വേദങ്ങൾ അറിയാവുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ബ്രാഹ്മണരാണ് ഈ പ്രമാണിമാർ. അവരവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇതിനെ മാറ്റിമറിച്ചു. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇതുമെല്ലാം ഉണ്ടായി. അതിൻ്റെ എല്ലാം തുടക്കം ഒരു ശാസ്ത്രീയ കൃഷി കണ്ടെത്തൽ എന്ന ഒരു ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ. ആ മാറ്റത്തിനെതിരെ ഹിന്ദുമതത്തിലെ ഈ അനാചാരങ്ങൾക്കെതിരെയുള്ള ഒരു വിപ്ലവമാണ് ബുദ്ധമതം. അങ്ങനെ മതങ്ങളുണ്ടായി. അതിനെതിരായിട്ടുണ്ടായ ഒരു പ്രസ്ഥാനമാണ് നവോത്ഥാനം. അങ്ങനെ പല പ്രസ്ഥാനങ്ങളുടെയും ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്തിലെ ആശ്രയിക്കും. ഏറ്റവും കൂടുതൽ കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളത് എനർജിയിലാണ്. കാരണം ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന എനർജിയിലാണ്. എനർജി പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എനർജിയാണ് എല്ലാ ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും കാരണം. പക്ഷെ അത് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എനർജിയെ സന്തുലനം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് മനഃശാസ്ത്രജ്ഞന്മാർ, ആ രംഗത്തുള്ള ശാസ്ത്രജ്ഞന്മാർ ആ രീതിയിലേക്കുള്ള അതും സമൂഹത്തെ ആണ് അതും ബാധിച്ചിരിക്കുന്നത്. പിന്നെ ആ എനർജി രംഗത്ത് തന്നെ സോളാർ എനർജി ആയാലും ആണവ എനർജി ആയാലും. അപ്പോൾ അവിടെ ശാസ്ത്രത്തിൻ്റെ മുന്നിലൊരു ചോദ്യം വരുന്നു, ശാസ്ത്രം എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? ശാസ്ത്രം മനുഷ്യന് വേണ്ടിയായിരിക്കണം, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം എന്നൊരു വിഭാഗം. പക്ഷേ പലപ്പോഴും ഈ ശാസ്ത്രവും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ്റെ ദുരന്തത്തിനും ദുരിതത്തിനുമായിട്ടാണ് വരിക. ഇന്ന് മാനവരാശി തന്നെ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തം മൂലം ആണവ ആയുധങ്ങളെ പേടിച്ച് കഴിയേണ്ടുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് അത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യന് നന്മയ്ക്ക് വേണ്ടിയായിരിക്കണമെന്നുള്ളത് ആഗോളതലത്തിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു ആയി മാറിയിരിക്കുന്നു. ഞാൻ ഓർത്തുപോവുകയാണ്, നോബൽ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, ഡൈനാമിറ്റ് കണ്ടുപിടിച്ച്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുജൻ മരിച്ചപ്പോൾ ശാസ്ത്രജ്ഞനായ നോബലാണ് മരിച്ചതെന്നുള്ള അർത്ഥത്തിൽ പത്രക്കാർ വാർത്ത കൊടുത്തു. മരണത്തിൻ്റെ വ്യാപാരിയായ നോബൽ മരിച്ചു എന്നുള്ളതാണ്. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത്, ഞാൻ ഇത്രയും ഈ ജീവിതം മുഴുക്ക ചെലവഴിച്ച് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് മരണത്തിൻ്റെ വ്യാപാരി എന്നാണല്ലോ എന്നെ മുദ്ര കുത്തിയിരിക്കുന്നത്. അന്നാണ് അദ്ദേഹം തീരുമാനിച്ചത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി നോബൽ പ്രൈസ് ഏർപ്പെടുത്തണം എന്നുള്ളത്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. കണ്ടുപിടുത്തങ്ങളെ ആശ്രയിച്ചാണ് സ്കിൽ ഡെവലപ്മെൻറ്റുകളും നടക്കുന്നത്. നേരത്തെ കൃഷിയെ പറഞ്ഞു, അത് കഴിഞ്ഞ് ആണവ രംഗത്തുള്ള കണ്ടുപിടുത്തങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ വ്യവസായത്തിലേക്ക് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടന്നു, വ്യവസായ വിപ്ലവമുണ്ടായി. ആ വ്യവസായ വിപ്ലവത്തെ തുടർന്ന് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസ്ഥ വന്നു. അതിനെതിരായി കാറൽ മാർക്സ് ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇതുമെല്ലാം ഉണ്ടായി. പക്ഷേ കാറൽ മാർക്സിനും എംഗൽസിനും കാണാൻ കഴിയാത്ത ശാസ്ത്രരംഗത്തെ കണ്ടുപിടുത്തങ്ങൾ ഭാവിയിലുണ്ടായി. മാർക്സും എംഗൽസും പറഞ്ഞിരുന്നത് ലോകം രണ്ടായി തിരിഞ്ഞു നിന്ന് മുതലാളിമാരും തൊഴിലാളികളും രണ്ട് ചേരികളായി നിന്ന് സമരം ചെയ്യും, ആ സായുധ സമരത്തിലൂടെ തൊഴിലാളികൾ സർവാധിപത്യം നേടുമെന്നുള്ളതാണ്. പക്ഷേ മാർക്സിനും എംഗൽസിനും ഭാവിയിൽ ആണവായുധം കണ്ടുപിടിക്കുമെന്ന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ആ ആണവായുധം കണ്ടെത്തിയോടുകൂടി ഇന്ന് ഏത് യുദ്ധമുണ്ടായാലും അത് മാനവരാശിയുടെ നാശത്തിലേക്ക്, സർവനാശത്തിലേക്ക് നയിക്കും എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കണ്ടുപിടുത്തങ്ങൾ, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ, അത് സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത്, മതങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമെല്ലാം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുക. ഇനി ഈ വിഷയത്തിൻ്റെ വർത്തമാനകാല അനിവാര്യതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്താം. കാരണം
ഇവിടെ നേരത്തെ പറയുകയുണ്ടായി ജനസംഖ്യയെക്കുറിച്ചും. ജനസംഖ്യ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട കാലഘട്ടമാണ്. ഇന്നലകളെ പോലെ ജനസംഖ്യ നിയന്ത്രിക്കേണ്ടുന്ന ഒരു കാലഘട്ടമല്ല. നമ്മുടെ BSSൻ്റെ അജണ്ടയിലെ ഒരു ഐറ്റം അതാണ് വന്നിരിക്കുക. പക്ഷേ ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലും ജപ്പാനിലുമൊക്കെ അവിടെ ജനസംഖ്യ വളരെ കുറഞ്ഞു വരികയാണ്. ഇന്ന് ലോകത്തിൻ്റെ യുവത്വമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് അനന്തമായ സാധ്യതകൾ വെളിയിലുണ്ട്, വെളി രാജ്യങ്ങളിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ തന്നെ തൊഴിലില്ലായ്മയല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം തൊഴിലിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ഇന്നത്തെ യുവജനങ്ങൾക്ക് എന്തൊക്കെ തൊഴിലുണ്ടെന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. നേരത്തെ ആൾ പറഞ്ഞതുപോലെ എന്തറിയാം എന്ന് ചോദിച്ചാൽ BA ഡിഗ്രി MA ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പോയിട്ട് എവിടെയെങ്കിലും ജോലി കിട്ടാൻ പോകുന്നില്ല. പക്ഷേ അതോടൊപ്പം, അത് വേണ്ടെന്നല്ല പറയുന്നത്, അതോടൊപ്പം ഏതെങ്കിലും ഒരു തൊഴിലിനും കൂടെ പ്രാവീണ്യം, നൈപുണ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയും ജോലി സാധ്യത തുറന്നു കിടക്കുകയാണ്. ആ കാലത്തിനനുസരിച്ചുള്ള മാറ്റം BSS ഉൾക്കൊണ്ടിരിക്കുന്നു. ബാലേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള BSSൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ കാണുന്നത് ഇതാണ്. കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റം ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയായാലും സ്ഥാപനമായാലും നിലനിൽക്കാനൊക്കെയുള്ളൂ. അവിടെ സ്കിൽ എഡ്യൂക്കേഷന് വേണ്ടി റൺ എന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. റീ സ്കില്ല്, അപ് സ്കില്ല്, ന്യൂ സ്കില്ല് എന്നുള്ളത്. അതിന് നമ്മുടെ നൈപുണ്യം എന്നും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് പുതുക്കിക്കൊണ്ട് ഇരിക്കുക എന്നുള്ള സംവിധാനം. ആ സംവിധാനത്തിൻ്റെ പുറകെ തന്നെ നിരവധി കോഴ്സുകൾ, ഈ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ ഇരിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അനിവാര്യതയായി സ്കിൽ എഡ്യൂക്കേഷൻ മാറിയിരിക്കുന്നു. അതിലെ BSS തുടങ്ങിയിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാകട്ടെ. ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ഇന്ന് അവബോധമില്ല. അവർക്ക് അവബോധം നൽകുന്നതിനുള്ള പരിപാടികൾ കൂടി ആവിഷ്കരിക്കാൻ BSSനെ ബാലേന്ദ്രനെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. അടുത്തതായി ടെക്നിക്കൽ സെഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായി ബഹുമാനപ്പെട്ട ശ്രീ ചെറിയാൻ ഫിലിപ്പ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനായ അധ്യക്ഷൻ ഡോക്ടർ MR തമ്പാൻ, അധ്യക്ഷവേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഭാരത് സേവക് സമാജ് ഇന്ത്യയിൽ ഉയർകൊണ്ട ഒരു കാലഘട്ടത്തെ അല്ല നമ്മൾ ജീവിക്കുന്നത്. അന്ന് ഒരു സംഘടനയായി ദൗത്യമേറ്റെടുത്ത് നീങ്ങിയപ്പോൾ സേവനോന്മുഖമായ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. സേവനം എന്നുള്ളത് ദൗത്യവും ലക്ഷ്യവുമായി രൂപാന്തരപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി അത് വളർന്നു. ഏത് സംഘടനയും സ്ഥാപനവും പ്രസ്ഥാനം എന്ന നിലയിൽ നിന്നും മാറി കേവലം സ്ഥാപനമായി സ്ഥാപനവൽക്കരിക്കപ്പെട്ടാൽ ആ പ്രസ്ഥാനത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടും. ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഗുൽസാൻലാൽ നന്ദയുടെയും ഒക്കെ മഹനീയമായ പൈതൃകമുണ്ടെങ്കിലും ഇടക്കാലത്ത് BSS തകർന്ന് തരിപ്പണമായ കാഴ്ചയും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും ഒരു പുതിയ വീക്ഷണകോണിലൂടെ പുനരുജ്ജീവിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ സഹപാഠി കൂടിയായ ശ്രീ BS ബാലചന്ദ്രൻ്റെ മേന്മ. തകർന്ന BSSനെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഹസൻ ഇവിടെ പറഞ്ഞപ്പോൾ, ഞാൻ സെൻറ്റ് ജോസ് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഞങ്ങളുടെ സ്കൂൾ വിദ്യാർത്ഥികളെ ഗുൽസാൻലാൽ നല്ല പകർക്കുന്ന BSSൻ്റെ ഒരു മീറ്റിങ്ങിൽ കൊണ്ടുപോയത്. 67-ലാണെന്ന് തോന്നുന്നു. അന്ന് മുതൽ എനിക്ക് ഈ BSSുമായി ബന്ധമുണ്ട്. പിന്നീട് MM ജേക്കബ് സാർ അല്ല, അന്ന് ജനറൽ സെക്രട്ടറി മാത്രമാണ് കേരള. അതിൻ്റെ പ്രസിഡന്റ് KC പിള്ള സാറാണ്. അതിനുമുമ്പ് KR ഇലങ്കത്തായിരുന്നു. അത് കഴിഞ്ഞ് ജേക്കബ് സാർ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ കടന്നു വരികയും അദ്ദേഹം MPയും കേന്ദ്രമന്ത്രിയുമായപ്പോൾ ഇത് നിർജ്ജീവമായി എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞ ശേഷം ഈ സംഘടനയ്ക്ക് ഒരു രണ്ടാം ജന്മം നൽകിയത് ബാലചന്ദ്രനാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളണമെങ്കിലും ആ പൈതൃകം ഉൾക്കൊള്ളണമെങ്കിലും കാലം മാറിയതനുസരിച്ച് ഏതു സംഘടനയും മാറിയേ മതിയാവുകയുള്ളൂ. ലാഭേച്ഛയില്ലാത്ത സേവനമാണ് ഈ സംഘടനയുടെ ലക്ഷ്യമെങ്കിലും
പുതിയ കാലഘട്ടത്തിൽ നമുക്ക് സേവനോന്മുഖമായ പ്രവർത്തനം നടത്തുമ്പോൾ ധാരാളം വെല്ലുവിളികളുണ്ട്. മനുഷ്യൻ എന്തിനാണ് കഴിയുന്നത്? ജീവസന്ധാരണമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ജീവിക്കണമെങ്കിൽ തൊഴിൽ വേണം, പണിയെടുക്കണം. ആ പണി എങ്ങനെ വേണമെന്നതിനെ സംബന്ധിച്ച് ആധുനിക കാലഘട്ടത്തിൽ ഈ ടെക്നോളജി യുഗത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ആ ചിന്താധാരയുമായി അനുസരിച്ച് കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നേരത്തെ ഡാർലിമൻ ഘോഷി സർഗാത്മക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നൈപുണ്യ വികസനം ഇവിടെ BSSന്റെ ഒരു മുദ്രാവാക്യമായി പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ആ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലും നൈപുണ്യങ്ങൾക്ക് അതിൻ്റെതായ വിലയുണ്ടായിരുന്നു. ഇന്ത്യയും കേരളവുമെല്ലാം ഒരു കാർഷിക രാജ്യമായിരുന്നു. 90% ആളുകളും കൃഷിക്കാരായിരുന്നു. വ്യവസായ തൊഴിലാളി എന്ന് പറഞ്ഞാൽ ആധുനിക വ്യവസായം എന്ന് പറയുന്നത് വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്ത് വന്നപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ വൻകിട വ്യവസായങ്ങൾ വന്നെങ്കിലും സർ CP രാമസ്വാമിയുടെ കാലത്ത് കേരളത്തിൽ കുറേ വ്യവസായങ്ങൾ വന്നതല്ലാതെ പരമ്പരാഗത വ്യവസായങ്ങൾ അല്ലെങ്കിൽ കയറ്, കൈത്തറി, കശുവണ്ടി തുടങ്ങിയ പരമ്പരാഗത വ്യവസായങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വ്യവസായ തൊഴിലാളികൾ എന്ന് പറയുന്നൊരു വർഗമുണ്ടായപ്പോഴാണ് അവിടെ കമ്മ്യൂണിസം പോലും ഉണ്ടായത്. പക്ഷേ ആ കാർഷിക രാജ്യമായിരുന്ന ഇന്ന് ലോകം നിലനിൽക്കുന്നത് കൃഷി കൊണ്ട് തന്നെയാണ്. ജീവസന്ധാരണത്തിൻ്റെ ഒരു പ്രധാന ഘടകം നമുക്ക് ജീവിക്കാനുള്ള ഊർജ്ജം ലഭിക്കണമെങ്കിൽ ഭക്ഷണമാണ്. ഭക്ഷണത്തിൽ പ്രധാനം കൃഷി തന്നെയാണ്. കർഷകൻ എന്ന് പറയുന്നത് ഒരു വർഗം തന്നെയാണ് ഏറ്റവും വലിയ തൊഴിൽ വർഗം. കേരളത്തിലും എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പ്രധാന ആളുകൾ കർഷകരായിരുന്നു. നേരത്തെ ശ്രീ തമ്പാൻ പറഞ്ഞു ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ തൊഴിലുമായി ബന്ധപ്പെട്ടാണ് ജാതി വ്യവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അതൊരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ജാതീയമായ വേർവിഭജനം വന്നപ്പോൾ ഓരോ തൊഴിലിനെയും താണതൊഴിലുകളായി മുദ്രയടിക്കപ്പെടുന്ന അവസ്ഥ വന്നു. അങ്ങനെയാണ് സാമൂഹ്യ പിന്നോക്കാവസ്ഥ എന്ന പ്രശ്നമുണ്ടായത്. നമ്മൾ തൊഴിലുകളുടെ മാന്യതയെക്കുറിച്ച് പറഞ്ഞാൽ പോലും നമ്മുടെ നാട്ടിൽ ഇന്നും ഓരോ തൊഴിലിൻ്റെയും മാന്യതയെക്കുറിച്ചുള്ള ഒരു അപകർഷത നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ആധുനിക കാലഘട്ടത്തിൽ നിലനിൽക്കുന്നു എന്ന് സത്യമാണ്. കൃഷിപ്പണി അവജ്ഞയോടെ കാണുന്ന ഒരവസ്ഥ. നല്ല കൃഷിക്കാരനാവാൻ ആരുമില്ല. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതിന് ശേഷം നമ്മുടെ കൃഷിഭൂമിയിൽ എത്ര ശതമാനം സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്? തരിശുഭൂമിയുടെ ഒരു പ്രവാഹമാണ്. തോട്ടങ്ങൾ എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായെങ്കിൽ തോട്ടങ്ങളിൽ പോലും റബ്ബർ പോലും വെട്ടിക്കളയുകയാണ്. ഒരു കാലത്ത് കൊക്കോ കൃഷി വെട്ടിക്കളഞ്ഞു. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ കാർഷിക സമ്പദ് വ്യവസ്ഥ തകർന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഡാർലിമൻ ഘോഷി പറഞ്ഞ സർഗാത്മക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ നല്ല കൃഷിക്കാരൻ ഈ നാട്ടിലില്ല. നല്ല നൈപുണ്യം വേണ്ടത് കൃഷിക്കാർക്കിടയിലാണ്. അവിടെ ആധുനിക യന്ത്രവൽക്കരണം വന്നു. ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ധാരാളം മാറ്റങ്ങൾ ഇന്ത്യയിലുണ്ടായി. ഇവിടെ ആധുനിക യന്ത്രങ്ങൾ വന്നപ്പോൾ ചില ആളുകൾ കമ്പ്യൂട്ടർ എറുത്തതുപോലെ എറുത്തു. വെട്ടിനിരത്തിലുമായി നീങ്ങി കൃഷിക്കാരെ മുഴുവൻ ദ്രോഹിക്കുന്ന അവസ്ഥ വന്നു. അത്തരമുള്ള ആളുകളെ സമരം നയിച്ച ആളുകളെ നമ്മൾ വലിയ വിശുദ്ധന്മാരായും വലിയ സാമൂഹിക പരിഷ്കർത്താക്കളായും ഒക്കെ ഇപ്പോൾ പോയിക്കൊണ്ട് നടക്കുകയാണ്. അത് വേറെ കാര്യം. പക്ഷേ കാർഷിക സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന തൊഴിൽ വർഗം താങ്ങി നിന്നിരുന്ന ഒരു അവസ്ഥ തകർന്നതാണ് ഈ നാടിൻ്റെ, ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഏറ്റവും വലിയ ദുരന്തമെന്ന് ഞാൻ കരുതുന്നു. നൈപുണ്യ വികസനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. ഇവിടെ ഏതാ തൊഴിലാണ് നൈപുണ്യമുള്ള തൊഴിലുണ്ടായിരുന്നില്ലേ? ആശാരി, മൂശാരി, തട്ടാൻ എന്ന് വേണ്ട കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, അങ്ങനെ വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങൾ എന്ന് പറയാവുന്ന തരത്തിലുള്ള ധാരാളം തൊഴിലുണ്ടായിരുന്നു. ആ തൊഴിലെല്ലാം തകർന്നില്ലേ? നല്ല ബാർബർമാർ പോലും ഇന്ന് കേരളത്തിലില്ല. ഇവിടെ ഉള്ള ഹോട്ടലുകൾ, തൊട്ടടുത്തുള്ള ഹോട്ടലുകളിൽ ചെന്നാൽ നമ്മുടെ നാട്ടിൽ തൊഴിലെടുക്കാൻ ആളില്ല. അതിന് കാരണം എന്താ? ഹോട്ടലിൽ പോയി എല്ലാവർക്കും മുതലാളിയാവണം. ഹോട്ടലിൽ പാചകം ചെയ്യാൻ ആളില്ല, വെയിറ്ററാവാൻ ആളില്ല. അവിടെയെല്ലാം ബംഗാളി വരണം. ബംഗാളി എന്ന് പറയുന്നതുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ബംഗാളികൾ എന്ന് പറഞ്ഞാൽ എരപ്പാളികളാണെന്ന് അർത്ഥം. അതിന് കാരണം എന്താ? സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു വർഗം, തൊഴിൽ തെണ്ടികൾ. നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ട്, പക്ഷെ ആ തൊഴിൽ ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് ആ തൊഴിൽ ചെയ്യാൻ ദുരഭിമാനം
കാത്തു സൂക്ഷിക്കുന്ന കുറേ ആളുകളായതുകൊണ്ട് അതിന് പകരം ബംഗാളി വരുന്നു. കാരണം എന്താ? നമ്മുടെ നാട്ടിലുള്ള ഞാനൊരു വിദ്യാഭ്യാസ പ്രവർത്തകനായി വന്നെങ്കിലും ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപമായി വരുന്നത് നിലവാരമില്ലാത്ത വിദ്യാഭ്യാസമാണ്. 10ാം ക്ലാസ് വരെ പഠിച്ചാൽ, പണ്ടൊക്കെ ആണെങ്കിൽ ഓരോ വർഷവും പരീക്ഷ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും വേണ്ട, ബെഞ്ചോട് കൂടിയുള്ള പ്രൊമോഷനാണ്. 12ാം ക്ലാസ് വരെ ഒന്നും എഴുതിയില്ലെങ്കിൽ ചോദ്യപേപ്പർ എഴുതി വെച്ചാലും ജയിക്കും. അവരാണ് ഇന്ന് വലിയ പ്രമാണിമാരായി നടക്കുന്നത്. ഇവർക്കൊരു തൊഴിലും അറിയില്ല, മണ്ണാങ്കട്ടും അറിയില്ല. ഇവർ കൃഷിക്ക് പോയിരുന്നെങ്കിൽ അവിടെ കൃഷിപ്പണിയെങ്കിലും നടക്കുമായിരുന്നു. പരമ്പരാഗതമായ തൊഴിലുണ്ടായിരുന്നെങ്കിൽ ആ പണിയെങ്കിലും നടക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ നൈപുണ്യമുള്ള തൊഴിലുകൾ ധാരാളം ഉണ്ടായിരുന്ന കേരളത്തിൽ ആ തൊഴിൽ മേഖലകളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പക്ഷേ കാലത്തിനനുസരിച്ചുള്ള പുതിയ തൊഴിലുകൾ നമ്മളിവിടെ പറയുന്നത് നമുക്കിവിടെ ജീവിക്കാൻ കഴിയുന്നില്ല, തൊഴിലില്ലായ്മ രൂക്ഷമാണെന്ന്. എന്ത് തൊഴിലില്ലായ്മ രൂക്ഷമാണ്? ഇവിടെ കേരളീയരായ ആളുകൾക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ബംഗാളിലെ ആളുകൾ ഇവിടെ വരുന്നത് പോലെ ഇവിടുത്തെ ആളുകളും സ്വന്തം നാട്ടിൽ ഈ പണിയെടുക്കുക, അധ്വാനപരമായ തൊഴിലെടുക്കില്ലെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ പോയി തോട്ടിപ്പണി എടുക്കാൻ പോലും മടിയില്ലാത്തവരാണ് കേരളീയരെന്ന് മറ്റു സംസ്ഥാനങ്ങളിലോ പ്രദേശങ്ങളിലോ പോകുന്നവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ തൊഴിലിനെക്കുറിച്ച്, യഥാർത്ഥമായ നൈപുണ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ അതിനെക്കുറിച്ച് ഉള്ള ഒരു മിഥ്യാബോധത്തിൽ ഇപ്പോഴും കഴിയുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ചില തൊഴിലുകൾക്ക് നൈപുണ്യം വേണം. കാലത്തിനനുസരിച്ച്, മാറുന്നതനുസരിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചേ തീരൂ. അതിന് നമ്മുടെ ഈ കലാലയങ്ങളുടെയോ കോളേജുകളുടെ ആവശ്യമില്ല. കുറെ കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഎക്കണോമിക് എന്ന പേരിൽ നമ്മുടെ സർവകലാശാലകൾ പൂട്ടും, ഉറപ്പാണ്. 10 വർഷം, ഒരു 5 വർഷം കൂടെ കഴിഞ്ഞാൽ കേരളത്തിൽ കോളേജുകൾ പലതും പൂട്ടേണ്ടി വരും. യൂണിവേഴ്സിറ്റി കോളേജിൽ പോലും ഇപ്പോൾ ചേരാൻ ആളില്ല. ഞാനും ബാലചന്ദ്രനും ഡാർലിയൊക്കെ പഠിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൽ പണ്ട് 1ാം കിടക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ്. ഇന്ന് ആളുകൾ ഓടിച്ചിട്ട് പഠിക്കുകയാണ്. ഇടക്കാലത്ത് ഡോക്ടറോ എഞ്ചിനീയറോ ആവുകയാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന അർത്ഥത്തിൽ മതിഭ്രമവുമായി രക്ഷിതാക്കന്മാർ നടന്നു. മണ്ടന്മാരായ കുട്ടികളെ മുഴുവൻ ശാസ്ത്രീയ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഏറ്റവും വലിയ, കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. ശാസ്ത്രീയ കോളേജിൽ അടുത്ത കാലത്ത് പല ശാസ്ത്രീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഉടമകൾ ആത്മഹത്യ ചെയ്യുന്നു. അതിന് ഉദാഹരണം പറയാം, DCC പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരുമകൻ ഗൾഫിലൊക്കെ പോയി സമ്പാദ്യമായിട്ട് വന്ന് തിരുവനന്തപുരത്തൊരു കോളേജ് തുടങ്ങി. കടം കയറി മുടിഞ്ഞ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു 1 വർഷം മുമ്പ്. ഞാനിത് ആത്മഹത്യ ചെയ്ത ആളുകളുടെ പേര് പറയാം. കള്ളപ്പണക്കാരും അബ്കാരി കോൺട്രാക്ടർമാരും എല്ലാം എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ് തുടങ്ങി. അവിടെ അതൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും മൂല്യമുണ്ടോ? അപ്പോൾ കേരളത്തിലെ ഭരണാധികാരികൾ, ആരുടെ പേരെടുത്തൊന്നും ഞാൻ പറയുന്നില്ല, യാതൊരു ധാരണയുമില്ലാതെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ, ക്രിയേറ്റീവ് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുന്നെങ്കിലും ഇവിടെ എന്ത് പറ്റി? നമ്മുടെ ജനങ്ങളും ഭരണാധികാരികളും ഒരുപോലെ കുറ്റക്കാരായ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചു. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ അതുകൊണ്ട് വേറൊന്നും വേണ്ട എന്ന അർത്ഥത്തിലില്ല. നമുക്ക് നൈപുണ്യം പഠിപ്പിച്ചാലും തൊഴിൽ വേണ്ടേ? അപ്പോൾ തൊഴിലുണ്ടാവുകയും അതിനു സമാന്തരമായി അത്തരം തൊഴിലുകൾക്ക് പറ്റിയ നൈപുണ്യമുള്ള ആളുകളെ കണ്ടെത്തുകയും ചെയ്യണം. ഇന്ത്യയിൽ, കേരളത്തിൽ ജനിക്കുന്ന ആളുകളുടെ എല്ലാം ഭാവി വിദേശങ്ങളിലാണെന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ആ കാലം പോയി. കാനഡയിലും UK-യിലും അമേരിക്കയിലും ഒക്കെ പോയാൽ ജോലി കിട്ടുമെന്നുള്ള കാലം പോയി. അവിടെ നിന്നെല്ലാം ആളുകളെ പറഞ്ഞു വിടുകയാണ്. അതിലും ടെക്നോളജിയാണ് കാരണം. റോബോട്ടും നിർമ്മിത ബുദ്ധിയും ഒക്കെ വന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ ഉള്ള ആളുകൾക്ക് പോലും ഇല്ലെങ്കിൽ അവിടെയും പണിയില്ലാതാവുന്നു. അതുകൊണ്ട് പഴയ നൈപുണ്യങ്ങൾ നമ്മൾ തിരിച്ച് കൊണ്ടുവരണം. ഇപ്പം ഞാൻ തലമുറ വെട്ടാൻ കുന്നൂരിലാണ് പണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അവിടെ ബാർബർ എന്ന് പറഞ്ഞ സ്ഥിരം കുടുംബം ഉണ്ടായിരുന്നു. ആ ബാർബർമാരുടെ മക്കളൊക്കെ വേറെ പണിക്ക് പോയി. ഇല്ല, പക്ഷേ എൻ്റെ തലമുറ വെട്ടുന്നത് ഇപ്പം ബംഗാളിയാണ്. ബംഗാളി ഇവിടെ വന്ന് അഭ്യസിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഞാൻ ചോദിക്കാറുണ്ട്, എവിടുന്നാണ് പഠിച്ചത്? ഇവിടെ വന്ന് വായി നോക്കി നടന്ന അവസാനം പഠിച്ചു. അവർ വലിയ നൈപുണ്യമുള്ളവരായി മാറി. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തൊഴിലുകൾ ധാരാളമുണ്ട്. അത് നമുക്ക് കൂടുതൽ നൈപുണ്യത്തോടു കൂടി സാധ്യതകൾ കണക്കിലെടുത്ത് പഠിപ്പിക്കുന്ന കോഴ്സുകളാണ് ഇവിടെ BSS നടത്തേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ BSS നടത്തുന്ന കോഴ്സുകൾക്ക് ധാരാളം പ്രാമാണിത്യമുണ്ട്, അംഗീകാരമുണ്ട്. അത് സാധ്യതകൾക്കനുസരിച്ച് ആ കോഴ്സുകൾ കൂടുതൽ ബലപ്പെടുത്തുവാൻ കഴിയാത്തുള്ള ഒരു സർഗാത്മക വൈഭവമാണ് BSS കാണിക്കേണ്ടത്.
അതിനുവേണ്ടിയുള്ള തീരുമാനം സുശക്തമായ തീരുമാനമാണ്, കാലോചിതമായ തീരുമാനമാണ് കൈക്കൊള്ളേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ, യുവാക്കന്മാർ പ്രതീക്ഷിക്കുന്ന ഒരു സേവനം, BSS നിന്നുള്ള സേവനം നൈപുണ്യ വികസന രംഗത്തെ പുതിയ കാഴ്ചപ്പാടുകൂടിയുള്ള പ്രവർത്തനമാണ്. ഞാൻ ആ വിഷയത്തെക്കുറിച്ചൊന്നും വലിയ പണ്ഡിതനൊന്നുമല്ല, എങ്കിൽ പോലും നമുക്ക് സാമാന്യ ബുദ്ധി അനുസരിച്ച് നമ്മുടെ കേരളത്തിന് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അങ്ങനെ തീരുമാനിച്ചാൽ, അക്കമുട്ടു ചെയ്താൽ അതിന് കഴിയുന്ന ഒരു കാലാവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. കാരണം കേരളത്തിൽ തന്നെ സ്വന്തം കാലിൽ നടുവീർത്ത് നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ യുവാക്കൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റു സംസ്ഥാനങ്ങളിലെയും മറുനാടുകളിലെയും സാധ്യത ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണമായി അസ്തമിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ തൊഴിൽ സാധ്യത കണ്ടെത്തുകയും പുതിയ കാലത്തിനനുസരിച്ചുള്ള തൊഴിലുകൾ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം കോഴ്സുകൾ, സംരംഭങ്ങൾ BSS തുടങ്ങട്ടെ. അതിനുവേണ്ടിയുള്ള ഒരു തീരുമാനം ഈ സമ്മേളനത്തിൽ വെച്ചുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു. നമസ്കാരം.